കേരളത്തിൽ ലവ് ജിഹാദും അതിനെ തുടർന്നുള്ള ആത്മഹത്യയൊക്കെ ഇപ്പോൾ ഒരു നിത്യസംഭവമായി തീർന്നിരിക്കുകയാണ്. ഏറ്റവും അവസാനം കോതമംഗലത്ത് നടന്ന സംഭവമാണ്. ഇതിൽ സംസ്ഥാന സർക്കാർ വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കുന്നില്ല എന്നാണിപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് ഇത് മാറുകയാണ്. വിജയനാഥ് ഛത്തീസ്ഗഡിലെ നാരായൺപൂരിനടുത്ത് അവിടെ കന്യാസ്ത്രീകളെ നാട്ടുകാർ ചോദിച്ചു. അവർ കുറ്റം മാത്രമേ ചെയ്തുള്ളൂ. ആദിവാസി ഛത്തീസ്ഗഡിന്റെ പൗരകളായിട്ടുള്ള 3 സ്ത്രീകളെ കൊണ്ടുപോയപ്പോൾ ഈ പെൺകുട്ടികൾക്ക് കാര്യം അറിയുന്നില്ല, ഞങ്ങളെ അറിയിക്കാതെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് ഞങ്ങളുടെ അനുവാദമില്ലാതെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ മനുഷ്യക്കടത്ത ആണല്ലോ, അതങ്ങനെയാണല്ലോ മനുഷ്യക്കടത്ത് ആണല്ലോ എന്ന് വിചാരിച്ച നാട്ടുകാർക്ക് സിസ്റ്റർമാരെയോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് കൊണ്ടുപോകുന്നത്? ഇന്ത്യ രാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ, പൗരന്മാരുടെ ചുമതലയും കൂടി. ദുരൂഹമായ സാഹചര്യത്തിൽ അങ്ങനെ വരുമ്പോൾ ഈ ഗോവിന്ദച്ചാമിയുടെ പ്രശ്നം തന്നെ ഉണ്ടായത്, ഗോവിന്ദച്ചാമി ഇങ്ങനെ പെൺകുട്ടിയുടെ നിലവിളി കേട്ടിട്ടും ആ പെൺകുട്ടിക്കൊന്നും സംഭവിക്കില്ല, അവൾ പോയി കഴിഞ്ഞു എന്ന് ഒരു മധ്യവയസ്കനായ ആൾ, ഇന്നും തിരിച്ചറിയപ്പെടാത്ത ആൾ പറഞ്ഞു. അയാളുടെ നിസ്സംഗമായ സമീപനം കൊണ്ടാണ് ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതും കൊല്ലപ്പെട്ടതും. ഇതുപോലെ പൗരന്റെ ചുമതലയുണ്ട്. ഒരു സഹപൗരന്റെ നിലവിളി കേട്ടാൽ, അവരുടെ കരുത്തിൽ കേട്ടാൽ ഇടപെടേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ബജരംഗങ്ങളായിക്കോട്ടെ, RSS ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും കാസയുടെ ആൾക്കാരായിക്കോട്ടെ, എല്ലാവർക്കും ഉണ്ട് അതിനുള്ള അവകാശം. നിയമം കയ്യിലെടുക്കാനേ അവകാശമില്ലാതുള്ളൂ, ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്, അറസ്റ്റ് ചെയ്യാൻ വിജയനാഥിനും അവകാശമുണ്ട്. അതറിയാം. ഈ രാജ്യം സംശയകരമായ ഒരു സാഹചര്യത്തിൽ ഒരാളെ തടഞ്ഞു നിർത്തുക എന്നുള്ളത് അറസ്റ്റിന്റെ അർത്ഥം. പോലീസിന്റെ മാത്രം അധികാരമല്ല, അറസ്റ്റ് ചെയ്യുക. ഒരു തീവ്രവാദിയാണ്, അവിടെ ഗൂഢാലോചന നടത്തുകയാണെങ്കിൽ വിജയനാഥിനെ അറസ്റ്റ് ചെയ്യാൻ നമ്മുടെ ചുമതലയാണ്. കസ്റ്റഡിയിലെടുക്കാൻ നമുക്ക് അധികാരമില്ല, വിളിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാൻ അധികാരമില്ല. പോലീസ് വിളിച്ചറിയിക്കുക, അവരാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അറസ്റ്റ് ചെയ്യാൻ, ഇത് മുന്നോട്ടുള്ള ഭീകരവാദിയുടെ നീക്കം അറസ്റ്റ് ചെയ്യാൻ നമുക്ക് ഉത്തരവാദിത്വം, നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്, മൗലികമായ ചുമതലയാണ്. ഓക്കെ, അതവിടെ നിന്ന് എന്നിട്ട് എന്തൊരു പ്രവാഹമായിരുന്നു രാഷ്ട്രീയ നേതാക്കളുടെ. എൽ ഡൊറാഡോയിലേക്ക് സ്വർണം കുഴിച്ചെടുക്കാൻ വേണ്ടി പാശ്ചാത്യർ പാഞ്ഞതുപോലെ, ചാകര ഉള്ളിടത്തേക്ക് മത്സ്യബന്ധന തൊഴിലാളികൾ പോകുന്നത് പോലെ എന്തൊരു ബഹളമായിരുന്നു. ആരാ പോവാത്തത്? കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ മുഴുവൻ SDPIയുടെ ഹൃക്കൾ ഉൾപ്പെടെ അവിടെ തമ്പടിച്ചുകൊണ്ട് കന്യാസ്ത്രീകൾക്ക് വേണ്ടി മുദ്രാവാക്യം മുടക്കിക്കൊണ്ട്. പ്രിയങ്കയും രാഹുലും വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോ അവരെ ആരും ഒന്നും ചെയ്തിട്ടില്ല. കന്യാസ്ത്രീകൾ അവിടെ പൂർണ്ണ ആരോഗ്യത്തോടെ ചെയ്യുന്ന രാജീവ് ചന്ദ്രശേഖർ മോചിപ്പിച്ചുകൊണ്ടും അവിടെ ജോൺ ബ്രിട്ടാസും ഒക്കെ ഉണ്ട്. ഈ അപ്പൊ പറഞ്ഞത് മോചിപ്പിച്ചുകൊണ്ട് പോയപ്പോൾ ബ്രിട്ടാസ് പറഞ്ഞത്, ഈ രാജീവ് ചന്ദ്രശേഖർ എന്റെ സുഹൃത്താണ്, പക്ഷെ ഇയാൾ ഇങ്ങനെ നിലവാരമില്ലാത്ത പരിപാടികളൊക്കെ കാണിക്കാൻ എനിക്ക് സഹിക്കാൻ എന്തോ കാര്യം. 2 കന്യാസ്ത്രീകളുടെ അദ്ദേഹത്തിന്റെ കാറിൽ കൊണ്ടു, കാരണം ഇദ്ദേഹത്തിന്റെ കാറിൽ കൊണ്ടുപോകണമായിരുന്നു. എങ്കിൽ എന്റെ CPM-ന് ക്രെഡിറ്റ് കിട്ടും. അങ്ങനെ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വലിയ മത്സരമാണ് SDPIയും CPM-ഉം CPI-യും. അനിരാജയും ഒക്കെ ഉണ്ട്. അനിരാജ കണ്ണാണ് പെൺകുട്ടിയുടെ മൊഴി മാറ്റിച്ചു കൊടുത്തത്. ഭയങ്കര മത്സരമായിരുന്നു. എന്തേ ഇപ്പോ ഈ കോതമംഗലത്ത് ഈ സോന എൽദോസ് എന്ന് പറയുന്ന പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ടിട്ട് ഒരൊറ്റ എണ്ണം തിരിഞ്ഞു നോക്കി. അല്ല, ഈ ഛത്തീസ്ഗഡില് റഹീമും ബ്രിട്ടാസും കടന്ന് നിലവിളിയായിരുന്നല്ലോ, അത് എന്തുകൊണ്ട് ഈ കോതമംഗലത്തേക്ക് വന്നില്ല? ഒറ്റ എണ്ണം വന്നില്ലല്ലോ, ഒറ്റ എണ്ണത്തിനെ കണ്ടില്ലല്ലോ. അപ്പോ ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ്, വർഗീയ വിഭജനമാണെന്നുള്ളത് വ്യക്തമാണ്. ഇന്ന് വിഭജന ദുഃഖ ദിനമാണ്, വിഭജനത്തിന്റെ വേദനയുടെ ദിനമാണ്. ഇവിടെ ഇവർ വിഭജിക്കാൻ ശ്രമിക്കുക. ഇവിടെ എന്താ കാര്യം? പ്രതി ഇവിടെ ഒരു മുസ്ലിമാണ്, റഹ്ബീസ് എന്ന് പറയുന്ന മുസ്ലിം, ഹറാമായതെല്ലാം ചെയ്യുന്ന ഒരു മുസ്ലിം. പക്ഷെ മുസ്ലിമാണ്, മുസ്ലിം പേരാണ് പ്രശ്നം, പേരിലാണ് പ്രശ്നം. അത് അവന്റെ പേര് റഹ്മീസ് എന്നാണ്. മറ്റേടത്ത് അതല്ല പേര്, എന്താ ജ്യോതി എന്നാണ് പേര്. ഈ പേരാണ് പ്രശ്നം. പഹൽഗാമിലെ ഭീകരവാദികൾക്കും അതായിരുന്നു പ്രശ്നം. അവരുടെ അടിവസ്ത്രത്തിനും അടിയിൽ ഒളിച്ചിരുന്ന ലിംഗചിഹ്നങ്ങള് അത് സുന്നത്ത് ചെയ്തതാണോ ഇല്ലയോ എന്നുള്ളതായിരുന്നു അവിടെയും ചോദ്യവും പ്രശ്നം ആയിരുന്നില്ലേ? ഈ പ്രശ്നം തന്നെയാണ് ഇവിടെയും. കേരളത്തിനകത്ത് സംഭവിച്ചപ്പോൾ അത് കൊലപാതകം തന്നെയായിട്ട് ഒരുത്തരം തിരിഞ്ഞു നോക്കാറില്ല. മറിച്ച് ഛത്തീസ്ഗഡിലായപ്പോൾ ചോദ്യം ചെയ്യൽ മാത്രമായപ്പോൾ അവിടെ വാഞ്ഞു ചെല്ലാൻ കുറയാണ് പ്രശ്നം. അവിടെ ജ്യോതിയും ഇവിടെ പേരിലാണ് പ്രശ്നം.
ഇതാണ് വർഗീയത, ഇവിടെ പൂർണ്ണമായ നഗ്നത. വർഗീയതയുടെ നഗ്നതയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. നടമാണ്. നമ്മൾ ഓർക്കണം, വിഭജനത്തിന്റെ ദിനത്തിൽ ഇങ്ങനെ വിഭജനത്തിന്റെ വിത്തുകൾ പാകിയതുകൊണ്ടാണ് ഇന്ത്യ ഒരിക്കൽ വിഭജിക്കപ്പെട്ടത്. 16 കഷ്ണങ്ങളാക്കണം, 16 സംസ്കാരം. ജിന്ന പറഞ്ഞത് 2 സംസ്കാരങ്ങൾ, CPM പറയുന്നത് 16 സംസ്കാരങ്ങൾ, 16ആയിട്ട് അങ്ങ് മുറിച്ച് പങ്കുവയ്ക്കണം. പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്, കട്ട്ലറ്റ് ഉണ്ടാക്കണം. അങ്ങനെ പറയുന്ന ഒരുത്തനെ ഇവിടെ കണ്ടില്ല. നഗ്നമായ വർഗീയതയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മുസ്ലിം ലീഗിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിച്ചാണ് ഇന്ന് വിഭജനത്തിന്റെ ഓർമ്മ ദിനമായിട്ട് ആചരിക്കാൻ ഞങ്ങളാരെയും സമ്മതിക്കില്ലെന്ന് CPM-ന്റെയും കോൺഗ്രസിന്റെയും വിദ്യാർത്ഥി സംഘടനകൾ വിളി നടത്തുന്നത്, ജിഹാദ് വിളി നടത്തുന്നത്, ചന്ദ്രഹാസം നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഇതിനിടയ്ക്കും ഈ ഭീഷണി വകവയ്ക്കാതെ 2 പേര് ഈ പെൺകുട്ടി സോന എൽദോസിന്റെ വീട്ടിൽ പോയി. അത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അവിടെയും വർഗീയതയുണ്ട്. ഗവൺമെന്റ് വർഗീയത കളിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും സഹോദരനും കരഞ്ഞു പറഞ്ഞു, ഇത് അവൾ പീഡിപ്പിക്കപ്പെട്ടത് മതം മാറാഞ്ഞതിന്റെ പേരിലാണ്. മതം മാറ്റത്തിന് വേണ്ടി മുറിയിലടച്ചിട്ട് പീഡിപ്പിച്ചു ഞങ്ങളുടെ കുഞ്ഞിനെ. അത് സഹിക്കാൻ വയ്യാതെയാണ് അവൾ മരണമില്ലാത്ത ലോകത്തിലേക്ക്, മതമില്ലാത്ത ലോകത്തിലേക്ക് പോയത്. ദയവീത് അത് മുറിയിൽ ചേർന്നു. പോലീസ് ചേർത്തില്ല. കാരണം എന്താണ്? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ഇതുപോലെയുള്ള വർഗീയ പീഡനത്തിന്റെ സൂര്യ തേജസ്സാണ്. അല്ല, ഇതിനകത്ത് NIA-യുടെ അന്വേഷണം വേണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ ഈ വകുപ്പ് വേണം. പ്രേമ നൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്യുന്ന NIA തിരിച്ചു വരില്ല. കൺവേർഷൻ എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. പ്രത്യേകിച്ചും ഫോഴ്സ്ഡ് കൺവേർഷൻ, നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനം എന്ന് പറയുന്നത് NIA അന്വേഷിക്കേണ്ട വിഷയമാണ്. ഭാരതീയ ന്യായ ശാസന പ്രകാരം, MNS പ്രകാരം, BNS പ്രകാരം, ഭാരതീയ ന്യായ ശാസനം. അപ്പോൾ വകുപ്പ് വേണം. നിയമപരമായിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ BJP പോവുകയുള്ളൂ. അതനുസരിച്ചാവുകയാണ്. പോലീസ് ഇതുവരെ അത് ചേർത്തിട്ടില്ല. FIR. ഇത് വേറെന്തോ ഒരു ദുരുദ്ദേശപരമല്ലാത്ത ആത്മഹത്യ, പ്രേരിതമല്ലാത്ത ആത്മഹത്യ എന്നൊക്കെ വളരെ ലളിതമായിട്ടുള്ള കേസുകളാണ് എഴുതി പിടിച്ചു വെച്ചിരിക്കുന്നത്. മറ്റൊരു തരം വർഗീയത. അതാണ് ജോർജ് കുര്യൻ സ്പഷ്ടമായിട്ട് പറഞ്ഞത്. ഇതിപ്പോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, അതിന് നിയമമുണ്ട്, അതിന്റെ അനുസരിച്ച് കേന്ദ്രത്തിന് പോലും ഇടപെടാൻ പറ്റും. നിസ്സഹായമാണ് കേന്ദ്രം. കാരണം ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വിഷയം സംസ്ഥാനത്തിൻ്റെയാണ്. അപ്പൊ അങ്ങനെ ആ കേസ് പോലും തേച്ചു മായ്ച്ചുകൊണ്ട് റഹ്മീസിന് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ ഉള്ള ശ്രമമാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ഈ പെൺകുട്ടി തൻ്റെ കുടുംബ ബന്ധങ്ങളെ, അമ്മയെ, ആങ്ങളെ, അച്ഛനെ എല്ലാം മറന്നുകൊണ്ട് റഹ്മീസിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു. പക്ഷേ ഈ റഹ്മീസോ അവന്റെ സ്നേഹം സോനയോടായിരുന്നില്ല, സ്വന്തം മതത്തിനോടായിരുന്നു. കാലത്തിൽ MG സേതുവിനോട് പറയിപ്പിക്കുന്ന ഒരു ഡയലോഗുണ്ട്. അതുപോലെ സേതുവിന് എന്നും ഒരാളോട് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നു. അത് സേതുവിനോട് മാത്രം. ഒന്നുകൂടെ പറയാം, സേതുവിന് ഒരാളോട് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് സേതുവിനോട് മാത്രമേ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. റഹ്മീസിന്റെ സ്നേഹം സോനയോടായിരുന്നില്ല, മറിച്ച് സ്വന്തം മകനോടായിരുന്നു. ഇതാണ് വ്യത്യാസം. ഇതൊരു ചതിയാണ്, വഞ്ചനയാണെന്ന് തിരിച്ചറിയുന്ന അളവിലാണ് ആ വ്യഭിചാരം നടത്തി റഹ്മീസ് എന്ന് അറിഞ്ഞിട്ട് പോലും ആ പ്രേമം തുടർന്ന സോന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഗതി. ആ ഗതി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മതം മാറ്റമെന്ന വകുപ്പ് അതിൽ ചേർക്കേണ്ടത്. NIA അന്വേഷണം. പക്ഷേ വർഗീയ പ്രീണനത്തിന് വേണ്ടിയിട്ട് 10 വോട്ടിന് വേണ്ടി 30 വെള്ളിക്കാശിന് വേണ്ടിയിട്ട് ജൂദാസ് ചെയ്തതുപോലെയുള്ള ഒരു കൃത്യവിലോപവും അതുപോലെ തന്നെ കുറ്റവുമാണ് കേരള ഗവൺമെന്റ് കാര്യത്തിൽ ഇതുവരെ അവലംബിച്ചിട്ടുള്ളത്. കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്, NIAക്ക് ഇടപെടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവരെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്.